പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സുഭാഷിതം പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. ഇന്ന് എൻ്റെ അധരം, എൻ്റെ നാവ് നുണ പറയുന്ന, കള്ളം പറയുന്ന, വ്യാജം പറയുന്ന ഒരു നാവാണോ എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ദൈവ തിരുസന്നിധിയിലിരുന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത്, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് തിരിച്ചു ചിന്തിക്കുക. സത്യം പറയുന്ന അധരങ്ങൾ കർത്താവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഗുണം പിടിക്കാതെ പോകുന്നതിൻ്റെ കാരണമെന്താണ്? ഓരോ മേഖലകളിലും അവരുടെ ജീവിതത്തിലേക്ക്, ഏത് ജോലി മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ സാധിക്കും പല മേഖലകളിലും തകർച്ചകൾ ഇവരെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? ബിസിനസ് മേഖലയാകാം, ജോലി മേഖലയാകാം. പലപ്പോഴും ഇവരുടെ സംസാരവും ഇവരുടെ നാവിനെയുമെല്ലാം ദൈവം വെറുക്കുന്നു. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. സത്യം പറയുന്ന അധരങ്ങൾ കർത്താവിന് ഇഷ്ടമാണ്. എന്താണ് സത്യം പറയുക എന്ന് പറഞ്ഞാൽ? സത്യം യേശുവാണ്. യേശുവിനെ പ്രഘോഷിക്കുന്ന നാവ്, യേശുവിൻ്റെ വചനം പറയുന്ന നാവ്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അധരം കർത്താവിന് ഇഷ്ടമാണ്. നുണയും വേഷണയും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, വ്യാജവുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അധരം മാത്രമല്ല, അധരമുള്ള വ്യക്തികളെയും ഒരുപക്ഷെ കർത്താവിന് വെറുപ്പാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ കള്ളം പറയുന്ന സ്വഭാവത്തിന് ഞാൻ അടിമയാണ്. അതായത് തിന്മ ചെയ്യാനാണ് പോകുന്നത് എന്ന സത്യം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നുണ പറയും. ഒരു വ്യക്തി ചെയ്യാൻ പോകുന്നത് തിന്മയാണ്. അപ്പം ഈ ചെയ്യാൻ പോകുന്നത് തിന്മയാണ് എന്ന് ചെയ്യാൻ പോകുന്ന വ്യക്തിക്കറിയാം. ഈ സത്യം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നുണ പറയും. പ്രവർത്തിക്കാൻ പോകുന്നത് ചതിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോഷണം നടത്താനായിട്ടായിരിക്കാൻ പോകുന്നത്, കൊള്ളയടിക്കാനായിട്ടായിരിക്കാൻ പോകുന്നത്. എന്തായാലും ശരി, തിന്മ ചെയ്യാൻ പോകുന്നത് അത് തിന്മയാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മൂടി വയ്ക്കുക, അല്ലെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടി ഒരു വ്യക്തി നുണ പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവാനുഗ്രഹത്തിന് ഉള്ളിലല്ല, ദൈവാനുഗ്രഹത്തിന് പുറത്താണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയിലേക്ക് അനുഗ്രഹം ഒഴുകിയെത്തുവാൻ അത് വലിയൊരു തടസ്സമാണ്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ രക്ഷപ്പെടും. ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അത് ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയും സഹജീവികളോട് നുണ പറയുമ്പോഴും വ്യാജം പറയുമ്പോഴും സത്യത്തെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. ചിലരൊക്കെയുണ്ട്, വിൽപ്പന സാധനങ്ങൾ ഇല്ലാത്ത ഗുണനിലവാരമുണ്ടെന്ന് പറഞ്ഞ് നുണ പറയും.
ഒരു ഗുണനിലവാരം ഇതില്ലാത്ത സാധനമായിരിക്കാം. ആ ഗുണനിലവാരമില്ലാത്ത സാധനം ഗുണനിലവാരമുണ്ട് എന്ന് പറഞ്ഞ് ഉപഭോക്താക്കളെ വഞ്ചിക്കുക. അങ്ങനെ വഞ്ചിക്കുമ്പോൾ അവരുടെ സൃഷ്ടാവും യഥാർത്ഥ ഉടമയുമായ ദൈവത്തെയാണ് കബളിപ്പിച്ചതെന്ന കാര്യം മറക്കരുതേ. ഒരുപക്ഷേ ബിസിനസ്സുകാരനാകാം, കച്ചവടക്കാരനാകാം. ഒരുപക്ഷേ ഈ കച്ചവടക്കാരനൊരു സുവിശേഷകനാകാം. ഒരു സൈഡിൽ സുവിശേഷം നടത്തും, മറു സൈഡിൽ നുണ പറഞ്ഞ് കച്ചവടം നടത്തും. അങ്ങനെയുള്ളവരുമുണ്ട്. അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. നുണ പറഞ്ഞുകൊണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട്, അതായത് നുണ പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷ്യം പറയുക. യഥാർത്ഥമല്ല പറയുന്നത്, കള്ളമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കയ്യടി വാങ്ങുവാൻ വേണ്ടി നുണ പറയുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ഉടമയായ ദൈവത്തെ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ നുണ പറയുമ്പോൾ നമ്മൾ കബളിപ്പിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് നുണ പറഞ്ഞ് വ്യാജം പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ പോലും ഗുണമേന്മയുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ട അവസ്ഥയുണ്ട്. ഞങ്ങൾ മറ്റുള്ളവരെയും വഞ്ചിച്ച അവസ്ഥകളുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങയുടെ തിരുവചനമനുസരിച്ച് അതേ എന്നുള്ളത് അതേ എന്നും അല്ല എന്നുള്ളത് അല്ല എന്നും പറയുവാനും പ്രഘോഷിക്കുവാനുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.